സങ്കടമായിരുന്നാലും സന്തോഷമായിരുന്നാലും ദേഷ്യമായിരുന്നാലും വെറുപ്പായിരുന്നാലും എല്ലാത്തിൻ്റെയും സോഴ്സ്, എല്ലാത്തിൻ്റെയും ഉറവിടം നമ്മളാണ്. പക്ഷെ നമ്മളിത് അംഗീകരിക്കാറേയില്ല. വളരെ അപൂർവമായി ആരെങ്കിലും ഇത് സമ്മതിക്കാറുള്ളൂ. മിക്കപ്പോഴും നമ്മൾ പറയുക, ഇയാൾ കാരണമാണ് ഞാൻ ദേഷ്യപ്പെട്ടത്, ഈ സാഹചര്യം കാരണമാണ് ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്നത്. പക്ഷെ സത്യത്തിൽ എന്താണ് കാര്യം? സന്തോഷം പുറത്തുനിന്ന് വന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറിയതാണോ? ദേഷ്യം പുറത്തുനിന്ന് വന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറിയതാണോ? അല്ല, ഇവ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്നതാണ്. പക്ഷെ നമ്മളത് പറയാറില്ല. നമ്മളെപ്പോഴും ദേഷ്യമായിരുന്നാലും സന്തോഷമായിരുന്നാലും സങ്കടമായിരുന്നാലും വെറുപ്പായിരുന്നാലും എല്ലാം മറ്റൊരാളിലേക്കോ അല്ലെങ്കിൽ ഒരു സംഭവത്തിലേക്കോ പ്രൊജക്റ്റ് ചെയ്യുന്നു. നിങ്ങൾ ഇന്നൊരു ഹണിമൂൺ ട്രിപ്പിലാണ് എന്ന് സങ്കല്പിക്കുക. ഇന്നത്തെ ആകാശം നിങ്ങൾക്ക് വളരെ മനോഹരമായി തോന്നും. രാത്രി ചന്ദ്രനെ കാണുമ്പോൾ നിങ്ങൾക്കതൊരു അത്ഭുതമായി തോന്നും. ഒരു മഴ പെയ്താൽ മഴയിലും പ്രണയമുണ്ടെന്ന് തോന്നും. അതേസമയം ഇതേ ചന്ദ്രൻ, ഇതേ മഴയും ഇതേ രാത്രിയും ഇന്ന് നഷ്ടങ്ങൾ മാത്രം സംഭവിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ വൃത്തികെട്ട ഒന്നായിരിക്കും. ഇയാൾക്ക് ഇന്നത്തെ മഴ ഒരു നാശം പിടിച്ച മഴയായിരിക്കും. ഇന്നത്തെ രാത്രി വളരെ വൃത്തികെട്ട രാത്രിയായിരിക്കും. സപ്പോസ് നിങ്ങൾ റോഡിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രാഫിക്കിൽ പെട്ടു നിൽക്കുകയാണ്. വണ്ടികളുടെ ഹോണടി, വെയിൽ, നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. പെട്ടെന്ന് നിങ്ങളെ തേടി ഒരു ഫോൺ കോൾ വരുന്നു. നിങ്ങൾക്കൊരു ലോട്ടറി അടിച്ചു. അതാണ് വാർത്ത. 1 കോടി രൂപ സമ്മാനം. പെട്ടെന്നത് ഇത്ര നേരം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നിയ വെയിൽ മനോഹരമായൊരു അനുഭവമായി മാറുന്നു. ചുറ്റിനുമുണ്ടായിരുന്ന വണ്ടിയിലെ എല്ലാ ആൾക്കാരും നിങ്ങളെ നോക്കി ചിരിക്കുന്നതായി നിങ്ങൾക്ക് തോന്നുന്നു. വണ്ടിയുടെ ഹോണടി സംഗീതമായി മാറുന്നു. സത്യത്തിൽ വെയിലും ആകാശവും ചന്ദ്രനും മഴയും വണ്ടിയുടെ ഹോണടിയും ഒന്നും നല്ലതുമല്ല ചീത്തതുമല്ല. പക്ഷേ ഇവ നമുക്ക് നല്ലതായും തോന്നുന്നു, ചീത്തയായും തോന്നുന്നു. ചിലപ്പോൾ ചിലത് നമുക്ക് ദേഷ്യമുണ്ടാക്കുന്നു. എന്നാൽ അതേ ചിലത് വേറെ ചിലപ്പോൾ സങ്കടം ഉണ്ടാക്കുന്നു. എന്തുകൊണ്ട്? കാരണം പുറത്തു നിന്നല്ല സന്തോഷം വരുന്നത്, പുറത്തു നിന്നല്ല ദേഷ്യം വരുന്നത്, പുറത്തു നിന്നല്ല വെറുപ്പ് വരുന്നത്. ഇവയെല്ലാം വരുന്നത് ഉള്ളിൽ നിന്നാണ്. നമ്മളാണ് ഇതിൻ്റെ സോഴ്സ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ, ഇത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിച്ചാൽ, നിങ്ങൾക്ക് ധ്യാനത്തിനുള്ളൊരു സാഹചര്യം ഇവിടെ തുറന്നു കിട്ടുകയാണ്. The secret is to remind yourself that you are the source. Not to move to any other, but move to the source. രഹസ്യം ഇതാണ്. നിങ്ങളാണ് ഉറവിടമെന്ന് എപ്പോഴും ഓർക്കുക. എന്നിട്ട് മറ്റൊന്നിലേക്കും യാത്ര ചെയ്യാതെ ഉള്ളിലേക്ക് യാത്ര നടത്തുക. ഉറവിടത്തെ തേടിയുള്ള യാത്ര. ഇമോഷൻ എന്തും ആയിക്കോട്ടെ, ദേഷ്യമാവട്ടെ, സങ്കടമാവട്ടെ, സന്തോഷമാവട്ടെ, എല്ലാം ഉള്ളിൽ നിന്നാണ് വരുന്നത്. ഒരാൾ നിങ്ങളെ ചീത്ത വിളിച്ചറിഞ്ഞാൽ ഉടനെ നിങ്ങളുടെ ഉള്ളിൽ ദേഷ്യം ജനിക്കുകയായി. ഇനി നിങ്ങൾക്ക് ആ ദേഷ്യം അയാളുടെ പുറത്ത് തീർക്കണം. നിങ്ങൾ ഈ സാഹചര്യത്തിൽ പറയുമായിരിക്കും, ഞാനല്ലല്ലോ ദേഷ്യം ഉണ്ടാക്കിയത്, അയാൾ എന്നെ ചീത്ത വിളിച്ചപ്പോഴല്ലേ ദേഷ്യം ഉണ്ടായത്. സത്യത്തിൽ ഇത് വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഗൗതമ ബുദ്ധനെ ആരെങ്കിലും ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ ഗൗതമ ബുദ്ധൻ ഒരിക്കലും ദേഷ്യമുണ്ടാവില്ല. സത്യത്തിൽ ബുദ്ധൻ്റെ ജീവിതത്തിൽ അങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്. ഒരു സംഘം പേർ അദ്ദേഹത്തെ ചീത്ത വിളിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയും അദ്ദേഹത്തിന് കയ്യിൽ കിട്ടുമ്പോൾ തടഞ്ഞു നിർത്തി ചീത്ത വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടാണ് ഗൗതമ ബുദ്ധ ആ സാഹചര്യത്തെ കൈകാര്യം ചെയ്തത്. അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിലൂടെ സംസാരിക്കാം. എന്തായാലും ഗൗതമ ബുദ്ധനോട് ആർക്കും ദേഷ്യപ്പെടാൻ സാധിക്കില്ല. അഥവാ ദേഷ്യപ്പെട്ടാലും ബുദ്ധൻ തിരിച്ച് ദേഷ്യപ്പെടില്ല. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പേഴ്സൺ. ദേഷ്യമായിരുന്നാലും സന്തോഷമായിരുന്നാലും ഏതൊരു ഇമോഷനായിരുന്നാലും സത്യത്തിൽ ഒരവസരമാണ്, ധ്യാനിക്കാനുള്ള അവസരം. ഈ ഇമോഷൻസിൻ്റെ എല്ലാം
സോഴ്സ് കണ്ടുപിടിക്കാനുള്ള അവസരം. ഒരു വള്ളിച്ചെടിയെ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ചെടി എവിടെയാണ് തുടങ്ങുന്നത് എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ലേ? ഏതാണ്ട് അതുപോലെ തന്നെ ഇമോഷൻ ഏതുമായിക്കോട്ടെ, നിങ്ങൾ അവിടെ നിന്ന് ആരംഭിക്കുക, അതിനെ ഫോളോ ചെയ്ത് പോവുക. അധികം വൈകാതെ അതിൻ്റെ സോഴ്സിനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ലെൻജി ഒരു മഹാനായൊരു ജൻ സന്യാസിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. ചെറുപ്പത്തിൽ എനിക്ക് വള്ളത്തിൽ യാത്ര ചെയ്യാൻ വലിയ ഇഷ്ടമായിരുന്നു. എനിക്ക് സ്വന്തമായി ഒരു ചെറിയൊരു വള്ളമുണ്ടായിരുന്നു. മണിക്കൂറുകളോളം തടാകത്തിൽ എൻ്റെ വള്ളത്തിൽ ഞാൻ യാത്ര ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ മനോഹരമായ രാത്രിയിൽ ഞാൻ എൻ്റെ വള്ളത്തിലിരുന്ന് കണ്ണുകളടച്ച് ധ്യാനം ചെയ്യുമായിരുന്നു. ഒരു ഒടിഞ്ഞ വള്ളം വന്ന് എൻ്റെ വള്ളത്തിലിടിച്ചു. കണ്ണുകൾ അടച്ചിരുന്നത് കാരണം വന്നിടിച്ച വള്ളത്തിൽ ആരുമില്ല എന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ മനസ്സിൽ ആ വള്ളം തുഴഞ്ഞവനോട് വല്ലാത്ത ദേഷ്യം കുമിഞ്ഞുകൂടി. കണ്ണുകൾ തുറന്ന് അവനോട് ദേഷ്യപ്പെടാനായി ഞാൻ ശ്രമിച്ചതും ഞാൻ തിരിച്ചറിഞ്ഞു, എതിരെ വന്നിടിച്ച വള്ളത്തിൽ ആരുമില്ല എന്ന്. പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായി. കാരണം മനസ്സിൽ ഒരുപാട് ദേഷ്യമുണ്ടായിരുന്നു, പക്ഷെ ദേഷ്യപ്പെടാൻ ആളില്ല. ഞാൻ എൻ്റെ കണ്ണുകളടച്ചു. പുറത്തു പോകാൻ വഴിയില്ലാത്ത ദേഷ്യത്തെ ഞാൻ കുറച്ചു നേരം നോക്കി നിന്നു. ഈ ദേഷ്യം എവിടെ നിന്നാണ് വന്നത്? ഞാൻ തൻ്റെ കൂടെ സഞ്ചരിച്ചു. ആദ്യമായി നിശബ്ദത എന്ത് എന്ന് ആ രാത്രിയിൽ ഞാൻ അനുഭവിച്ചു. ശൂന്യത എന്ത് എന്ന് ആ രാത്രിയിൽ ഞാൻ തിരിച്ചറിഞ്ഞു. ആ ഒഴിഞ്ഞ വള്ളം എൻ്റെ ഗുരുവായി. ഇന്നിപ്പോൾ ആരെങ്കിലും എന്നെ അപമാനിക്കാൻ ശ്രമിച്ചാൽ ഞാൻ ചിരിച്ചുകൊണ്ട് അവരോട് പറയുന്നത്, ഇപ്പോൾ ഇപ്പുറത്തെ വള്ളത്തിലും ആരുമില്ല, എൻ്റെ വള്ളവും ഒഴിഞ്ഞിരിക്കുന്നു. ഞാൻ കണ്ണുകളടച്ച് ധ്യാനിക്കുന്നു.